ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് നല്ലൊരു ഉണക്ക തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ഉണക്ക തേങ്ങ ഒന്ന് പൊട്ടിച്ച് ചിരണ്ടിയെടുക്കാം. ഒരു തേങ്ങയാണ് ഞാൻ ഈ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ല പീരയുള്ള ഒരു തേങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, കുരുമുളക്, ചെറിയ ഉള്ളി, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ പുളി, ആവശ്യത്തിനുള്ള പുളിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമുക്ക് ചീനിച്ചട്ടിയിലിട്ട് സ്റ്റൗ ഓണാക്കി ഒന്ന് വറുത്തെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയാണ് വേണ്ടത്. കറിവേപ്പില എത്രത്തോളം ഇട്ടാലും അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ പുളി ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ആ പുളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. പുളി എപ്പോഴും നമുക്ക് ഈ ചമ്മന്തിപ്പൊടിക്ക് കുറച്ച് മുന്നേ നിൽക്കണം, ആ രീതിയിൽ വേണം പുളി എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഉള്ളി ചിലരിടാറില്ല. കുറേ അധിക ദിവസം വെച്ചേക്കാനാണെങ്കിൽ നിങ്ങൾ ഉള്ളി ഇടേണ്ട ആവശ്യമില്ല, ഉള്ളി പെറുക്കി മാറ്റാവുന്നതാണ്. എനിക്കിപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഈ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചിലരിതിനകത്ത് മുളക് പൊടി ഇടാറുണ്ട്, പക്ഷേ ഞാൻ ഇതിനകത്ത് മുളക് പൊടി അതൊന്നും ചേർത്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, കുരുമുളക് അധികം ചേർത്തേക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു എരിവ് മാത്രം നമുക്ക് മതി. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1-2 പ്രാവശ്യം ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.